എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള PSC പരീക്ഷയിൽ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത്, ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന ഭാഗത്ത് ഇപ്പോൾ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അധ്യായമാണ് സമരവും സ്വാതന്ത്ര്യവും. ഈ ഒരു അധ്യായത്തിനുള്ളിൽ നിന്ന് 2021 ശേഷം കേരള PSC നടത്തിയ പരീക്ഷകളിലെല്ലാം തന്നെ, പുതിയ സിലബസ് പ്രകാരം നടത്തിയ പരീക്ഷകളിലെല്ലാം തന്നെ SCRT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന എക്സാമുകളിൽ ഈ ഒരു അധ്യായത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന നമ്മുടെ സിലബസിൽ പറഞ്ഞു പോകുന്ന പരമാവധി കാര്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ പറയുന്നുണ്ട്. സമരവും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ ഒരു അധ്യായവുമായി ബന്ധപ്പെട്ട് ഈ 2024 നടന്ന പരീക്ഷകളിലും ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന LDC പരീക്ഷയിലും ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കണം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും, ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അത് നമുക്ക് അതിന്റെ മാർക്ക് കരസ്ഥമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നത്. സമരവും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അധ്യായത്തിലേക്ക് വരുമ്പോൾ തുടക്കം നീലത്തിന്റെ കറ എന്ന് പറയുന്ന ചെറിയൊരു പാരഗ്രാഫാണ്. ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. നീലത്തിന്റെ വലിയ ചാക്കുകെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്ന വസ്തുതയും എനിക്കറിയില്ലായിരുന്നു. രാജ്കുമാർ ശുക്ല എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് 1916 ലക്നൌവിൽ വെച്ച് എന്റെ അരികിൽ വന്നത്. എന്റെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് നീല കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്തു. കാൺപൂരിലും ആശ്രമത്തിലും രാജ്കുമാർ എന്നെ പിന്തുടർന്നു. അവസാനം ഞാൻ കൽക്കത്ത സന്ദർശിക്കുന്ന അവസരത്തിലാണ് ചമ്പാരനിൽ എത്താമെന്ന് വാക്കുകൊടുത്തത്. ഇത് മഹാത്മാഗാന്ധി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ കുറിച്ചു വെച്ചിരിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് എന്തെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം? അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് രാജ്കുമാർ ശുക്ല. മഹാത്മാഗാന്ധിയെ ഈ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ അറിയിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്നത് രാജ്കുമാർ ശുക്ലയാണ്. രാജ്കുമാർ ശുക്ലയാണ് മഹാത്മാഗാന്ധിയെ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ അറിയിക്കുന്നത്. അതിനുശേഷം മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം 1916 INC സമ്മേളനം ലാഹോറിൽ വെച്ച് നടന്ന പ്രസിദ്ധമായിട്ടുള്ള INC സമ്മേളനത്തിൽ നീല കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. ആരാണ്? ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്. അവിടെ ആ പ്രമേയം എന്ത് ചെയ്യാണ്? പാസ്സാക്കുകയാണ്. ഇവിടെ എന്താണ് പറയുന്നത്? ഈ ഒരു പാരഗ്രാഫിൽ മഹാത്മാഗാന്ധി 1917 ചമ്പാരൻ സത്യാഗ്രഹം, നീലം കർഷകരുമായി ബന്ധപ്പെട്ട ചമ്പാരൻ സത്യാഗ്രഹം, അതിൽ പങ്കെടുക്കാനിടയാക്കിയ സാഹചര്യമാണ് ഈ ഒരു പാരഗ്രാഫിൽ നമ്മളിവിടെ പരിചയപ്പെടുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ആത്മകഥയായ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന ആത്മകഥയിൽ കുറിച്ചിരിക്കുന്ന വാക്കുകളാണ്. ഇവിടെ അറിഞ്ഞിരിക്കേണ്ട രാജ്കുമാർ ശുക്ല എന്ന പേര്, ബ്രിജ് കിഷോർ പ്രസാദ് എന്ന് പറയുന്ന ആ ഒരു പേര്, 1916 ലക്നൗ INC സമ്മേളനം. ഈ 3 കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ബീഹാറിലെ ചമ്പാറിൽ 1917 നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഇടയാക്കിയ സാഹചര്യമാണ് ഗാന്ധിജി ആത്മകഥയിൽ വിവരിക്കുന്നത്. ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അവിടെ തന്നെ SCRT പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മഹാത്മാഗാന്ധി നമ്മുടെ ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കാൻ ഇടയാക്കിയ സംഭവം ചോദിച്ചാൽ 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്, അല്ലെങ്കിൽ ചമ്പാരനിൽ വെച്ച് നടന്ന നീലം കർഷകരുടെ സമരമാണ്. ഈ ചമ്പാരൻ എവിടെയാണെന്ന് മുൻവർഷ പരീക്ഷയിൽ ചോദിച്ചതാണ്. ബീഹാറിലാണ്. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണെന്ന കാര്യം ഓർക്കുക. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 റിപ്പീറ്റായി ചോദിക്കുന്നതാണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെയാണ് എന്ന പോയിന്റും ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന, വരാൻ പോകുന്ന LDCക്ക് ചോദിക്കാവുന്നതുമായിട്ടുള്ള കുറെ പോയിന്റുകൾ പഠിച്ചിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ ആർക്ക് സാധിച്ചു? മഹാത്മാഗാന്ധിക്ക് സാധിച്ചു. അതിനുള്ള കാരണങ്ങളാണ് ഇവിടെ ലിസ്റ്റ് ഇട്ട് പറയുന്നത്. വരാൻ പോകുന്ന പരീക്ഷയിൽ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വേണമെങ്കിൽ ഇത് ചോദിക്കാം. ഒന്നാമത് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങളായിരുന്നു. 1917 അദ്ദേഹം പൊതുപ്രവർത്തനത്തിലേക്ക് നമ്മുടെ രാജ്യത്ത് തുടക്കം കുറിക്കുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാർക്കിടയിൽ മഹാത്മാഗാന്ധിക്ക് ഒരു സ്ഥാനം ലഭിക്കുന്നു. അതിനൊരു കാരണം പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ നല്ല രീതിയിൽ വാർത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? സാധാരണക്കാർക്ക് ഇദ്ദേഹത്തോട് എന്താണ് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് അത് വേണമെങ്കിൽ പറയാം. ആ ഒരു പോയിന്റ് നമുക്ക് പറയാം. എന്താണ്? ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ. അപ്പൊ അതിനെക്കുറിച്ചുള്ള അറിവുകൾ സാധാരണക്കാർക്കിടയിൽ ഇദ്ദേഹത്തിന് ഒരു വിശ്വാസവും അംഗീകാരവും ഒക്കെ ലഭിക്കുകയാണ്. അതുപോലെ തന്നെ സാധാരണക്കാരെ പോലെ ജീവിത രീതി, ഭക്ഷണം, വസ്ത്രം, ഭാഷ, അതാണ് മഹാത്മാഗാന്ധി ഫോളോ ചെയ്തത്. അതും പെട്ടെന്ന് സാധാരണക്കാർക്ക് ഇടയിൽ മഹാത്മാഗാന്ധിക്ക് ഒരു വിശ്വാസവും അംഗീകാരവും ഒക്കെ ലഭിക്കാൻ കാരണമാകുന്നു. ഇനി അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി, മറ്റൊന്ന് താങ്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായിട്ട് ഗാന്ധിജി എന്നാണ് ഈ സാധാരണക്കാര് വിലയിരുത്തി.
അപ്പൊ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടതാണ് വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ മഹാത്മാഗാന്ധിക്ക് കഴിഞ്ഞതിൽ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത്, തെറ്റായതേത് എന്ന രീതിയിൽ വേണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പൊ അവിടെ ഒന്നാമത്തെ പ്രസ്താവന ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ. രണ്ടാമത്തെ പ്രസ്താവന സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി. ഇനി അഹിംസയിൽ അധിഷ്ഠിതമായ സമര രീതി. അത് വേണമെങ്കിൽ നേരെ തിരിച്ചു ചോദിക്കാം, ഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി എന്ന് തന്നുകൊണ്ട് തെറ്റിക്കാം. മറ്റൊന്ന്, താങ്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജി അവരെന്താണ് വിലയിരുത്തി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ ഈ ഒരു ചാപ്റ്ററിൽ നൽകുന്നത്. ഇനി ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോകാനുണ്ടായ സാഹചര്യമാണ്. ദാദ അബ്ദുള്ള എന്ന ഗുജറാത്ത് വ്യാപാരിയുടെ കേസുകൾ വാദിക്കുവാനായിട്ടാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. ഇത് ഓർത്തിരിക്കുക, ദാദ അബ്ദുള്ള ഗുജറാത്ത് വ്യാപാരി. ദർബറിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കി വിട്ടു. അപ്പോൾ ദർബറിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ട്രെയിനിൽ നിന്ന് ഇറക്കി വിടപ്പെടുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ഈ പറയുന്ന വെള്ളക്കാരോടൊപ്പം 1-ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ട്രെയിൻ യാത്ര, ദർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണവിവേചനത്തിന്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി. അവിടെ ഉണ്ടായിരുന്ന 21 വർഷക്കാലവും, എത്ര വർഷം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നു, 21 വർഷക്കാലം ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിൽ ഒന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1917 ബീഹാറിൽ വെച്ച് നടന്ന ചമ്പാറിലെ നീലം കർഷകരുടെ സമരം, അല്ലെങ്കിൽ ചമ്പാരൻ സത്യാഗ്രഹം. അഹമ്മദാബാദിലെ തുണിമിൽ സമരം 1918, ഗുജറാത്തിൽ തന്നെയാണ്. അഹമ്മദാബാദ് നമുക്കറിയാം. അപ്പൊ അത് 1918, അതേ വർഷം തന്നെയാണ് നമ്മുടെ ഗേഡയിലെ കർഷക സമരം നടക്കുന്നത്. ഗുജറാത്തിലാണ് ഗേഡ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. നമുക്കറിയാം മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് 1917 ബീഹാറിൽ വെച്ച് നടന്ന ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്നാൽ മഹാത്മാഗാന്ധി നിരാഹാര സമരത്തിലേക്ക് വരുന്നത് ഏത് സത്യാഗ്രഹത്തിലൂടെയാണെന്ന് ചോദിച്ചാൽ അത് 1918 ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലൂടെയാണ് എന്ന കാര്യം അവിടെ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഗേഡയിലെ കർഷക സമരം നടക്കുന്നത് എപ്പോഴാണ്, 1918 അതും എവിടെ തന്നെയാണ്, ഗുജറാത്തിലാണെന്ന കാര്യം ഓർക്കുക. അപ്പൊ ചമ്പാരൻ എവിടെയാണ്, ബീഹാറാണ്. ഗേഡ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അത് ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് തുണിമിൽ സമരം, മറ്റൊന്ന് ഗേഡയിലെ കർഷക സമരം, മറ്റൊന്ന് ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം. ഈ 3 കാര്യങ്ങളും ഓർത്തിരിക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ്, ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം, ഇതൊക്കെ എന്താണ്, പ്രാദേശിക സമരങ്ങളാണ്. ഇതൊക്കെ എന്താണ്, പ്രാദേശിക സമരമാണ്. ഇപ്പോഴൊന്നും ഗാന്ധിജി അങ്ങോട്ട് കടന്നു വന്നിട്ടില്ലടോ, ദേശീയ രാഷ്ട്രത്തിലേക്ക് കടന്നു വന്നിട്ടില്ല, ദേശീയ രാഷ്ട്രത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇത് നോക്കുക, ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയെ തിരിച്ചെത്തിയ ഗാന്ധിജി ഇടപെട്ട ചില പ്രാദേശിക സമരങ്ങളാണ്. കൃത്യമായിട്ട് അടിവരയിട്ട് പറയുന്നു, ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ 3 സമരങ്ങളും നൽകിയിട്ട് മഹാത്മാഗാന്ധി ദേശീയ രാഷ്ട്രത്തിലേക്ക്, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയായ സംഭവം ഏത്, അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള സമരങ്ങൾ ഏതാണ് എന്ന് തന്നിട്ട് ഈ 3 സമരവും തരും. അതിന്റെ കൂടെ നിസ്സഹകരണ പ്രസ്ഥാനം അതിലെ ഏതെങ്കിലും ഒന്ന് തരും, അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമരം തരും. അപ്പൊ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം എന്താണ്, ഈ തന്നിരിക്കുന്ന 3 എന്താണ്, പ്രാദേശിക സമരങ്ങളാണ്. ഒരു പ്രദേശത്തെ കേന്ദ്രീകരിച്ച്, ഇപ്പൊ ബീഹാറിലെ ചമ്പാരനെ കേന്ദ്രീകരിച്ച്, മറ്റതാണെങ്കിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിനെ കേന്ദ്രീകരിച്ച്, മറ്റതാണെങ്കിൽ ഗുജറാത്തിലെ ഗേഡ, ആ ഒരു ചെറിയ പ്രദേശത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഇപ്പോഴൊന്നും മഹാത്മാഗാന്ധി അങ്ങോട്ട് വരുന്നില്ല, ദേശീയ രാഷ്ട്രത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ വർഷവും അതേപോലെ തന്നെ സമരത്തിന്റെ പേരും അത് ഏതൊക്കെ പ്രദേശത്ത് ഉൾപ്പെടുന്നു എന്നീ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കണം. ചമ്പാറിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലുള്ള സമരരീതിയാണ് സ്വീകരിച്ചത്. അപ്പൊ ഗാന്ധിജി സ്വീകരിച്ച സമരരീതി എങ്ങനെയാണ്, നിയമലംഘനവും സഹന സമരവും പോലുള്ള സമരരീതിയാണ് മഹാത്മാഗാന്ധി ഫോളോ ചെയ്തത്. അപ്പൊ ചമ്പാറിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി ഏത് രീതിയിലുള്ള സമരരീതിയാണ് ഫോളോ ചെയ്തത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, അഹിംസയിൽ അധിഷ്ഠിതമാണ്. അതോടൊപ്പം തന്നെ നിയമലംഘനവും അതോടൊപ്പം തന്നെ സഹന സമരവും പോലുള്ള സമരരീതിയാണ് മഹാത്മാഗാന്ധി ഫോളോ ചെയ്തത്. ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസ്സാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി. സമരത്തിന് ശേഷം ഗാന്ധിജി ചമ്പാറിന്റെ പുരോഗതിക്കായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അപ്പൊ നീലം സത്യാഗ്രഹം എന്താണ്, പൂർണ്ണ വിജയമായിരുന്നു. പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യസഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞ അഹമ്മദാബാദ് തുണിമിൽ സമരം ഉണ്ടല്ലോ, ബ്ലാക്ക് ബോണസിനെ ചൊല്ലിയുള്ള 1918 അഹമ്മദാബാദ് തുണിമിൽ സമരം. അപ്പൊ തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകരുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് പറയുന്നത് ഫ്ലാഗ് ബോണസുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ്, ഫ്ലാഗ് ബോണസുമായി ബന്ധപ്പെട്ടതാണ് 1918.
ചമ്പാരനിലെ സമര രീതികളാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പൊ ഇവിടെയും എന്ത് തന്നെയാണ് നമ്മളെ ചമ്പാരൻ സത്യാഗ്രഹത്തിലെ സമര രീതി, അതായത് എന്താണ് നിയമലംഘനവും സഹന സമരവും അതുപോലുള്ള സമര രീതിയാണ് മഹാത്മാഗാന്ധി ചമ്പാരനിൽ സ്വീകരിച്ചത്. അത് തന്നെയാണ് എവിടെയും സ്വീകരിച്ചിരിക്കുന്നത്, ഈ പറയുന്ന അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലും സ്വീകരിച്ചിരിക്കുന്നു എന്ന കാര്യം ഓർക്കുക. അതെന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്ലാഗ് ബോണസിനെ ചൊല്ലിയാണ് ഈ പറയുന്ന അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന കാര്യം ഓർത്തിരിക്കുക. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ എന്താണ്, ആ ഒരു സമരം വിജയിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ്, ഈ പറയുന്ന ചമ്പാരൻ സത്യാഗ്രഹം വിജയിക്കുന്നു, ഗാന്ധിജി ഇടപെട്ടുകൊണ്ട്. ഇപ്പോൾ ഇതാ തൊട്ടടുത്ത് നടന്ന ഈ പറയുന്ന അഹമ്മദാബാദ് തുണിമിൽ സമരവും വിജയിക്കുകയാണ് ഗാന്ധിജി ഇടപെട്ടുകൊണ്ട്. അങ്ങനെ ജനങ്ങൾക്കിടയിലേക്ക് മഹാത്മാഗാന്ധി എന്ന ആ ഒരു വ്യക്തിത്വത്തിന് ഒരു സ്ഥാനം എന്താണ് അവിടെ ലഭ്യമാകുകയാണ്. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളിൽ ഗാന്ധിജി ഇടപെടുന്നു, അത് വിജയിക്കുന്നു അതിലൂടെ. അങ്ങനെ പെട്ടെന്ന് ഗാന്ധിജി എന്താണ് ജനങ്ങൾക്കുള്ളിലേക്ക്, ജനങ്ങളുടെ ഒരു ഭാഗമായിട്ട്, സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു ഭാഗമായിട്ട് മാറുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി എന്താണ് ഇവിടെ പറയുന്നത്? അടുത്ത പോയിന്റ്, ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പളവും സമ്മതിക്കുകയും സമർപ്പിക്കുകയും ചെയ്തു. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഗേഡയിലെ കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹവും സമരായുധങ്ങളായി ഉപയോഗിച്ചു. അതാണ് 1918 ഗേദ സത്യാഗ്രഹം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട 1918 ഗേഡയിലെ കർഷക സമരം. അതെന്താണ് ഗേഡയിലെ കർഷക സമരം 1918? അതിനുള്ള കാരണമാണ് ഇവിടെ പറയുന്നത്. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഗേഡയിലെ കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. ഓൾറെഡി അവർ ദുരിതത്തിലാണ്, അതിന്റെ ഇടയിൽ കൂടെ നികുതിയും കൂടെ പിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഇതിനെതിരായിട്ടാണ് എന്ത് വരുന്നത്? ഗേഡ സത്യാഗ്രഹം വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് പറഞ്ഞ അഹമ്മദാബാദ് തുണിമിൽ സമരം അത് ഫ്ലാഗ് ബോണസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാമത് പറഞ്ഞ ഗുജറാത്തിലെ ഗേഡ കർഷക സമരം എന്ന് പറയുന്നത് വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കർഷകർക്ക് മേൽ എന്താണ് നികുതി പിരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതാണ് 1918 ഗേഡ സത്യാഗ്രഹത്തിലേക്ക് നയിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കാം. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഗേഡ സത്യാഗ്രഹത്തിന്റെ ഒക്കെ ഫലമായിട്ട് സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജി എന്താണ് ജനസമൂഹത്തിന്റെ നേതാവാക്കി തീർത്തു എന്നാണ് പറയുന്നത്. ഇനി തൊട്ടു മുമ്പ് നമ്മൾ ആ ഫ്ലാഗ് ബോണസുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട ഫ്ലാഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. അപ്പോൾ എപ്പോഴാണ് 1917 ആ ഒരു സമയത്താണ് അഹമ്മദാബാദിൽ എന്ത് പൊട്ടിപ്പുറപ്പെടുന്നത്? ഫ്ലാഗ് എന്ന് പറയുന്ന ആ ഒരു രോഗം പൊട്ടിപ്പുറപ്പെടുന്നത്. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിന് 80% വരെ ബോണസായി നൽകിയിരുന്നു. അപ്പൊ ഈ ഒരു സമയത്ത് ഈ ഫ്ലാഗ് പൊട്ടിപ്പുറപ്പെട്ട ആ ഒരു സമയത്ത് എന്താണ് 80% വരെ എന്താണ് തൊഴിലാളികൾക്ക് ബോണസ് നൽകിയിരുന്നു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം ഒന്നാം ലോക യുദ്ധം കൊണ്ടുണ്ടായ വിലകയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായമായി എന്ന കാര്യം ഓർക്കുക. അപ്പൊ 1910 ആ ഒരു കാലഘട്ടത്താണല്ലോ ഒന്നാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഒന്നാം ലോക മഹായുദ്ധത്ത് ഈ പറയുന്ന ഫ്ലാഗ് ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ 80% ഫ്ലാഗ് ബോണസ് കൊടുക്കുന്നു. അപ്പൊ അവിടെ വിലവർദ്ധനമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ അധികമായിട്ട് ഇവർക്ക് ഫ്ലാഗ് ബോണസ് ഒക്കെ കിട്ടിയപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും? തരണം ചെയ്യാനായിട്ട് പറ്റി. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം എന്താണ് നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ എന്ത് ചെയ്യുന്നത്? സമരത്തിലേക്ക് പ്രേരിപ്പിച്ചത്. അതാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം 1918. അതിന് നേതൃത്വം നൽകുന്ന ആരാന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. മഹാത്മാഗാന്ധിയാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തിവിടെ പറയുന്ന ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നോക്കാം. അപ്പൊ ആദ്യകാലത്ത് മഹാത്മാഗാന്ധി നടത്തിയ 3 സമരങ്ങൾ നമ്മൾ പഠിച്ചു. അതിന്റെ ഫലങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. അങ്ങനെ ഗാന്ധിജിയുടെ സമരരീതി എന്താണെന്നും ഗാന്ധിജിയുടെ ആശയങ്ങൾ, ഗാന്ധിജി എന്താണ് ഫോളോ ചെയ്യുന്നതെന്നും അതേപോലെ തന്നെ അത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ എവിടെ സാധിക്കുന്നു? ഈ 3 സമരങ്ങളിലൂടെ സാധിക്കുന്നു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. അപ്പോൾ അതേവരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ മാത്രം ഉണ്ടായിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ കർഷകരൊക്കെ എന്താണ് കടന്നു വരികയാണ്. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനം എന്താണ് ഗ്രാമപ്രദേശങ്ങളിലേക്കും വേരോട്ടമുണ്ടായി. കാരണം ഈ 3 സംഭവങ്ങൾ നടക്കുന്ന എവിടെയാണ്? ഗ്രാമങ്ങളിലാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായിട്ട് ആര് മാറുന്നു? ഗാന്ധിജി മാറുന്നു. അങ്ങനെ ജനങ്ങൾക്കുള്ളിൽ ഗാന്ധിജിക്ക് എന്താണ് അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം ഓരോ ജനങ്ങളും കൊടുക്കാൻ തുടങ്ങി. അതായത് ഒരു ജനങ്ങൾക്കിടയിലെ ഒരു വ്യക്തിയായിട്ട് ആര് മാറുന്നു? മഹാത്മാഗാന്ധി മാറുന്നു. തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഒരു നായകനായിട്ട് ആര് മാറുകയാണ്? മഹാത്മാഗാന്ധി മാറുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ നടന്ന 3 സംഭവങ്ങളിലൂടെയും മഹാത്മാഗാന്ധി എങ്ങോട്ട് എത്തിയിട്ടില്ല? ദേശീയ രാഷ്ട്രത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതെല്ലാം എന്താണ്? പ്രാദേശിക സമരങ്ങളാണ്. ഇനി മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കുറച്ച് സിനിമകളുണ്ട്. അത് ജസ്റ്റ് ഇവിടെ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ചോദ്യമായി വന്നിട്ടുള്ളതാണ്. റിച്ചാർഡ് ആറ്റൻബറോ സംവിധാനം ചെയ്ത 8 ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന ചലച്ചിത്രം
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ്. അപ്പോൾ ഇവിടെ ഗാന്ധി എന്ന് പറയുന്ന ചലച്ചിത്രം അതിന് 8 ഓസ്കാർ ലഭിച്ചു. റിച്ചാർഡ് ആറ്റൻബറോ ആണ് സംവിധാനം ചെയ്തത്. ഇതിലെന്താണ് ഈ ഒരു ചിത്രത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യയിലെ ഗാന്ധിയൻ കാലഘട്ടമാണ് ഈ ഒരു ചിത്രത്തിലൂടെ കാണിക്കുന്നത്. അതേ സമയത്ത് ശ്യാം ബെനഗലിന്റെ മേക്കിംഗ് ഓഫ് മഹാത്മാ ഗാന്ധിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത്. അപ്പം ദക്ഷിണാഫ്രിക്കയുടെ ജീവിതാനുഭവങ്ങൾ ചിത്രീകരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ ചലച്ചിത്രം ഏതാന്ന് വെച്ചാൽ 1-ാം ഓപ്ഷനിൽ ഗാന്ധി കൊടുക്കും. ഗാന്ധിയല്ല, മേക്കിംഗ് ഓഫ് മഹാത്മാഗാന്ധിയെ മേക്ക് ചെയ്യുകയാണ്. അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അപ്പം ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചാൽ മതി. അത് ആരുടെയാണ്? ശ്യാം ബെനഗലാണ് അത് സംവിധാനം ചെയ്യുന്നത്. ഇവ കൂടാതെ നിരവധി ചിത്രങ്ങളും ഡോക്യുമെന്ററികളും ഗാന്ധിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടെന്ന് ഓർക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിച്ചാർഡ് ആറ്റൻബറോ, ഗാന്ധി 8 ഓസ്കാർ, അത് ഇന്ത്യയിലെ ഗാന്ധിയൻ കാലഘട്ടമാണ് അതിൽ പറയുന്നതെങ്കിൽ ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിയൻ കാലഘട്ടം പറയുന്നത് മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന ചലച്ചിത്രം അത് സംവിധാനം ചെയ്ത ശ്യാം ബെനഗലാണ്. ഈ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഇനി ദേശീയ സമരത്തിലേക്ക് ഗാന്ധിജി വരികയാണ്. ഞാൻ പറഞ്ഞു ഇത്രയും നേരം ഗാന്ധിജി നടത്തിയിരിക്കുന്ന പ്രാദേശിക തലത്തിലുള്ള സമരങ്ങളാണ്. അങ്ങനെ ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. 1919 എന്ന് പറയുന്ന വർഷത്തിൽ ബ്രിട്ടീഷ് സർക്കാർ എന്ത് പാസ്സാക്കുന്നു? റൗലറ്റ് നിയമം പാസ്സാക്കുന്നു. പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടക്കുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ പൗരാവകാശങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ റൗലറ്റ് നിയമം പാസ്സാക്കി. നമ്മൾ ഇന്നലെ ഓൾറെഡി പഠിച്ചതാണ്. ഈ ഒരു ചാപ്റ്റർ ഇന്നലെ പറഞ്ഞു പോയതാണ്. പക്ഷെ അവിടെ നമ്മൾ SCR ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഒരു പേജ് എടുത്ത് ഡയറക്റ്റ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കാരണം ചില പോയിന്റുകൾ അതൊരു ഗൈഡ് നോക്കിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയതായിരുന്നു. പക്ഷെ അവിടെ ചില പോയിന്റുകളൊന്നും പറയുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഡയറക്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ആ ഒരു ചോദ്യത്തിൽ റൗലറ്റ് ആക്ട് 1915 എന്നാണ് കൊടുത്തത്. അപ്പോൾ അത് ശരിക്കും 1919 എന്ന് വരണം. അതായത് ശരിയായത് കണ്ടെത്തുക എന്നായിരുന്നു ആ ചോദ്യം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടക്കാനിടയായ സാഹചര്യം ഓർക്കുക. ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് അപ്പോൾ കഴിഞ്ഞതൊക്കെ എന്താണ്? നമ്മുടെ ഈ സാധാരണക്കാരുടെ ഒരു പ്രശ്നത്തിലേക്ക് ഗാന്ധിജി ആദ്യമായിട്ട് ഇടപെട്ടു തുടങ്ങുന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെയാണ്. അതെല്ലാം പ്രാദേശിക സമരങ്ങളാണ്. അതിനുശേഷം അഹമ്മദാബാദ് തുണിമിൽ സമരമുണ്ട്, ഗേദ സത്യാഗ്രഹമുണ്ട്. ഇതെല്ലാം പ്രാദേശിക തലത്തിൽ നടക്കുന്ന സമരമാണ്. പക്ഷേ മഹാത്മാഗാന്ധി ഇന്ത്യയെ മൊത്തം ബാധിക്കുന്ന ഒരു നിയമമാണ് റൗലറ്റ് നിയമം. ആ നിയമത്തിനെതിരായിട്ട് മഹാത്മാഗാന്ധി പ്രവേശിക്കുന്നതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് മഹാത്മാഗാന്ധി പ്രവേശിക്കുകയാണ്. അവ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഈ റൗലറ്റ് നിയമത്തിനെതിരായിട്ടുള്ള ആ ഒരു പ്രക്ഷോഭത്തിലൂടെയാണ് മഹാത്മാഗാന്ധി എന്തിലേക്ക് പ്രവേശിക്കുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യം ഓർക്കാം. അപ്പോൾ മഹാത്മാഗാന്ധി ഈ പറയുന്ന റൗലറ്റ് നിയമത്തിനെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് ആര് പ്രവേശിക്കുകയാണ്? മഹാത്മാഗാന്ധി പ്രവേശിക്കുക. അപ്പോൾ ഇടയാക്കിയ സാഹചര്യം ഓർക്കുക. റൗലറ്റ് നിയമം 1919 എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഈ ഒരു നിയമപ്രകാരം എന്താണ്? ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ എന്താണ്? തടവിൽ വെക്കാമായിരുന്നു. അപ്പൊ ഈ ഒരു നിയമത്തിന് ഉള്ള പ്രശ്നം എന്താണ്? അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ എന്ത് ചെയ്യാൻ പറ്റും? അയാളെ തടവിലും വെക്കാൻ പറ്റും. അപ്പോൾ അറസ്റ്റും ചെയ്യാം, വിചാരണ കൂടാതെ തടവിലും വെക്കാൻ പറ്റും എന്നതാണ് ഈ റൗലറ്റ് നിയമം എന്ന് പറയുന്നത്. ഇനി ഈ റൗലറ്റ് നിയമത്തെ തുടർന്നാണ്, ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തെ തുടർന്നാണ് ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. അപ്പൊ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമാക്കുന്നത് റൗലറ്റ് നിയമമാണ്. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ 2 പേരുകൾ സൈഫുദ്ദീൻ കിച്ലുവും സത്യപാലും. അപ്പൊ എന്നിവരെ എന്ത് ചെയ്യുന്നു? അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ റൗലറ്റ് നിയമത്തിനെതിരായിട്ട് ഇതിനെതിരായിട്ട് നടന്ന സമരത്തിൽ പഞ്ചാബിൽ നേതൃത്വം നൽകുന്ന 2 പേരുകൾ സൈഫുദ്ദീൻ കിച്ലുവും മറ്റൊരു പേര് സത്യപാലുമാണ്. സൈഫുദ്ദീൻ കിച്ലുവും സത്യപാലും. അപ്പൊ ഇവരെ എന്ത് ചെയ്യാണ്? ബ്രിട്ടീഷ് പോലീസ് എന്ത് ചെയ്യാണ്? അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ എന്ത് ചെയ്യാണ്? ഒത്തുകൂടിയാണ്. അപ്പൊ എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ 1919 ഏപ്രിൽ 13 റിപ്പീറ്റ് ചെയ്യുന്ന തീയതിയാണ് അവിടെ ഒത്തുകൂടുന്നു. അമൃത്സർ പട്ടണത്തിന്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു. പട്ടാള മേധാവിയായ ജനറൽ ഡയർ. ആരാണ് അവിടെ പട്ടാള മേധാവി? ജനറൽ ഡയർ ആണ് പട്ടാള മേധാവി. തന്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എന്താണ് 3 വർഷം കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിന്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു. 10 മിനിറ്റ് നീണ്ടുന്ന വെടിവെപ്പിൽ 379 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കുകളിലും മരണസംഖ്യ ഇതിലും ഇരട്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഓർത്തിരിക്കേണ്ട പോയിന്റ്? 1919 ഏപ്രിൽ 13 ജാലിയൻവാലാബാഗ് സംഭവം നടക്കുന്നത്. അതിന് കാരണമാകുന്നത് സൈഫുദ്ദീൻ കിച്ലു അതുപോലെ തന്നെ സത്യപാൽ, ഇവർ 2 പേരുമാണ് റൗലറ്റ് നിയമത്തിനെതിരെ പഞ്ചാബിൽ സമരത്തിന് നേതൃത്വം നൽകുന്നത്. അവരെ അറസ്റ്റ് ചെയ്തതാണ് ജാലിയൻവാലാബാഗ് സംഭവത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ജാലിയൻവാലാബാഗിലെ ആൾക്കാർ കൂടുന്നു. അപ്പോൾ അവിടെ ഈ പറയുന്ന ജനറൽ ഡയർ ആണ് ഈ വെടിവെപ്പിന് നേതൃത്വം നൽകുന്ന. അപ്പോൾ ഓർത്തിരിക്കേണ്ട പേരാണ് ജനറൽ ഡയർ എന്ന കാര്യം ഓർക്കുക. പട്ടാള മേധാവി ജനറൽ ഡയർ. ഔദ്യോഗികമായിട്ട് 379ഓളം പേര് എന്താണ് കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷെ കണക്കുകൾ അതല്ല. അതിൽ കൂടുതൽ ആൾക്കാർ, അതിൽ ഇരട്ടിയിലധികം ആൾക്കാർ എന്താണ് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല, സൈഫുദ്ദീൻ കിച്ലു, സത്യപാൽ എന്നീ പേരുകൾ ഓർക്കുക. തീയതി റിപ്പീറ്റായി ചോദിച്ചതാണ് 1919 ഏപ്രിൽ മാസം
13 തീയതി. 1919 ഏപ്രിൽ മാസം 13 ഒപ്പം പട്ടാള മേധാവി, വെടിവെക്കാൻ ഉത്തരവിട്ട പട്ടാള മേധാവി ജനറൽ ഡയർ ആണെന്ന കാര്യം ഓർക്കുക. പക്ഷെ ഇതിനൊക്കെ കൊടുക്കുന്ന ഒരു ഗവർണർ ഉണ്ട്, അതാണ് മൈക്കിൾ ഒ ഡയർ. പക്ഷെ ഇതിന് നേതൃത്വം കൊടുക്കുന്നത്, അതായത് ഈ വെടിവെക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ആരാണ്? പട്ടാള മേധാവിയായിട്ടുള്ള ജനറൽ ഡയർ ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയിലെമ്പാടും ശക്തമായ പ്രതിഷേധവും രൂപപ്പെടുന്നതിന് ജാലിയൻവാലാബാഗ് സംഭവം കാരണമായി. ഇവിടെ മഹാത്മാഗാന്ധി പറഞ്ഞ ഈ ഒരു വാക്ക് ഓർത്തിരിക്കണം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻവാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്നാണ് ജാലിയൻവാലാബാഗ് സംഭവത്തെ ഗാന്ധിജി പ്രതികരിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ആരുടെ വാക്കുകളെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയുടെ വാക്കാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻവാലാബാഗ് സംഭവം എന്നാണ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മഹാത്മാ ഗാന്ധിയാണ്. അപ്പൊ ഇവിടെ ഗാന്ധിജി പറഞ്ഞ ഈ വാക്ക് ഓർത്തിരിക്കണം, പരീക്ഷയിലൊക്കെ ചോദിക്കുന്നതാണ്. ഇനി ഇവിടെ നിസ്സഹകരണ സമരമാണ്. മഹാത്മാഗാന്ധി അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. 1920 കാലഘട്ടത്തിൽ നിസ്സഹകരണ സമരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നിസ്സഹകരണ സമരത്തിന് മുമ്പ് റൗലറ്റ് നിയമത്തിനെതിരായിട്ടുള്ള സമരം വരുന്നു. അതിലൂടെയാണ് മഹാത്മാഗാന്ധി ദേശീയ സമരങ്ങളിലേക്ക് കടക്കുന്നത്. എന്നാൽ നിസ്സഹകരണ സമരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയും INCയും കൂടി ചേർന്നിട്ട് ഒരു സമരത്തിലേക്ക് കടന്നു വരുന്നത് ഈ നിസ്സഹകരണ സമരത്തിലൂടെയാണ്. അപ്പോൾ പ്രാദേശിക തലത്തിൽ ആദ്യമായിട്ട് ചമ്പാരൻ, ദേശീയ തലത്തിലേക്ക് പ്രവേശിക്കുന്ന റൗലറ്റ് നിയമത്തിനെതിരായിട്ടുള്ള സമരത്തിലൂടെ. എന്നാൽ നിസ്സഹകരണ സമരത്തിലൂടെയാണ് മഹാത്മാഗാന്ധിയും INCയും കൂടി ചേർന്നിട്ട് ഒരു സമരത്തിലേക്ക് കടന്നു വരുന്നത്. അതിൽ നിസ്സഹകരണ സമരത്തിൽ മഹാത്മാഗാന്ധി മുന്നോട്ട് വെക്കുക, ബഹിഷ്കരിക്കുക, എല്ലാം ബഹിഷ്കരിക്കുക. അതിൽ ഒന്നാമത് പറയുന്നത് എന്താണ്? വക്കീലന്മാര്, കോടതികളൊക്കെ എന്ത് ചെയ്യുക? അങ്ങോട്ട് ബഹിഷ്കരിക്കുക. വക്കീലന്മാര്, കോടതികൾ ഇതൊക്കെ എന്ത് ചെയ്യണം? ബഹിഷ്കരിക്കുക. വിദേശ വസ്തുക്കൾ എന്ത് ചെയ്യണം? ബഹിഷ്കരിക്കുക. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. തിരഞ്ഞെടുപ്പുകൾ വരെ ബഹിഷ്കരിക്കാൻ പറയുന്നു. ബ്രിട്ടീഷ് പുരസ്കാരങ്ങളൊക്കെ തിരികെ കൊടുക്കാൻ പറയുന്നു. അതുപോലെ തന്നെ നികുതികൾ നൽകാതിരിക്കുക. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. വിദ്യാർത്ഥികൾ എന്താണ് എടുത്തു പറയുന്നത്? എന്താണ്? ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ എന്ത് ചെയ്യണം? ബഹിഷ്കരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന വിദേശികളുടെ സംഭവങ്ങളൊക്കെ കൊണ്ട് ബഹിഷ്കരിച്ച് കളയുക, അവരുമായി ബന്ധപ്പെട്ടതൊന്നും ആവശ്യമില്ല, ബഹിഷ്കരിക്കുക. അതാണ് നിസ്സഹകരണ സമരത്തിലൂടെ ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഇതൊക്കെ വേണമെങ്കിൽ ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. വക്കീലന്മാർ, കോടതികളൊക്കെ എന്ത് ചെയ്യണം? ബഹിഷ്കരിക്കുക. വക്കീലന്മാരെന്താണ്? കോടതികൾ ബഹിഷ്കരിക്കുക. വക്കീലന്മാരെന്താണ്? കോടതികൾ ബഹിഷ്കരിക്കുക. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക. അതേപോലെ തന്നെ ബ്രിട്ടീഷ് പുരസ്കാരങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? തിരികെ കൊടുക്കുക. നികുതി നൽകാതിരിക്കുക. വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ എന്ത് ചെയ്യണം? ബഹിഷ്കരിക്കണമെന്ന് മഹാത്മാഗാന്ധി മുന്നോട്ട് വെക്കുന്നു. നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവും. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം. ഇതാണ് തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിയും ചേർന്നിട്ട് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ചോദിച്ചാൽ അത് നിസ്സഹകരണ സമരമാണ്. എന്നാൽ ഗാന്ധിജിയുടെ ആദ്യ ദേശീയ പ്രക്ഷോഭം ചോദിച്ചാൽ റൗലറ്റ് നിയമത്തിനെതിരായിട്ടുള്ള സമരമാണ്. നമ്മുടെ ഇന്ത്യയിലെ ഗാന്ധിജി ഒരു പ്രാദേശിക തലത്തിൽ ഈ പ്രശ്നങ്ങളിലേക്കൊക്കെ ഇറങ്ങി വരുന്നത് ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെയാണ്. റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. നിസ്സഹകരണത്തിന്റെ സവിശേഷതകൾ എന്തായിരുന്നുവെന്ന് പരിശോധിക്കുക. അതാണ് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞ ഈ പോയിന്റുകൾ. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. അപ്പൊ ഗാന്ധിജി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ അത് ജനങ്ങൾ സ്വീകരിക്കുന്നു. അതിനുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാണ്. അവധിലെ കർഷകർ എന്താണ്? നികുതി നൽകാൻ വിസമ്മതിച്ചു. നികുതി നൽകണ്ടെന്ന് ഗാന്ധി പറഞ്ഞു. അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗ്ഗക്കാർ വനനിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ഒക്കെ ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികളൊക്കെ എന്താണ്? പണിമുടക്കാൻ തുടങ്ങി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ ഉപേക്ഷിക്കാൻ പറഞ്ഞു. പിന്നെ സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. അപ്പോൾ വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ എല്ലായിടത്തും ബഹിഷ്കരണങ്ങളാണ് മഹാത്മാഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. നിസ്സഹകരണം. അവധിലെ കർഷകർ എന്താണ്? നികുതി നൽകാൻ വിസമ്മതിച്ചു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗ്ഗക്കാർ വനനിയമം ലംഘിച്ചു വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ നിയമങ്ങൾ എന്ത് ചെയ്യാണ്? ലംഘിക്കുകയാണ്. ഇനി ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. അതുപോലെ തന്നെ തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. അതേപോലെ തന്നെ സ്ത്രീകൾ അടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. അപ്പോൾ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് തന്നെയാണ്. നിസ്സഹകരണ സമരത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ
ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് എടുത്ത് പറയുന്നു. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം ചെയ്തു. അതായത് നമ്മുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് ഇവിടെ കൊണ്ടുവരണം, എല്ലാം ബഹിഷ്കരിച്ചാൽ നമുക്ക് എന്തെങ്കിലും വേണ്ട, അതുകൊണ്ട് നമ്മളത് ഉൽപ്പാദിപ്പിക്കണം. അതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകി. ഇതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽ നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്ത് പ്രചരിപ്പിച്ചു? ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഐത്തോച്ചാരണ പ്രവർത്തനങ്ങളും ഇതിന്റെ ഭാഗമായിരുന്നു. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ തുടങ്ങിയവ. അപ്പൊ നിസ്സഹകരണ സമരം അതുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം, അതുപോലെ തന്നെ ഗുജറാത്ത് വിദ്യാപീഠം, മറ്റൊന്ന് ജാമിയ മിലിയ തുടങ്ങിയവ. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് എന്താണ് ആകർഷിക്കപ്പെട്ടു. അപ്പൊ നിസ്സഹകരണ സമരത്തെ തുടർന്ന് ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കാൻ ഗാന്ധിജി പറയുന്നു. അങ്ങനെ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ എന്താണ് ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയ ആൾക്കാർ എന്താണ് ദേശീയ വിദ്യാലയത്തിലേക്ക് ആകർഷിച്ചു. അവിടെ എന്താണ് ഹിന്ദിയാണ് അവിടെ എന്താണ് പ്രചരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയൊക്കെ എന്താണ് ഈ ഒരു സമയത്ത് കടന്നു വന്നതാണെന്ന കാര്യം ഓർക്കുക. ഇത് ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ്. നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. അപ്പൊ ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രണ്ടുപേര് നമ്മൾ അലി സഹോദരന്മാരെന്ന് പറയും. അതാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. അപ്പൊ ഏത് സമയത്ത് തന്നെയാണ് ഈ നിസ്സഹകരണ സമരത്തിന്റെ അതേ കാലയളവിൽ തന്നെയാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തുന്നതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിക്ക് കഴിഞ്ഞു. ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. തൽഫലമായി ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയിൽ മുക്കിലും മൂലയിലും എത്തി. ഹിന്ദു മുസ്ലിം ഐക്യമെന്നാണ് ശക്തിപ്പെട്ടു. അപ്പൊ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുന്നു. അതേപോലെ തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഗാന്ധിജി ഇന്ത്യ മൊത്തത്തിൽ നടന്ന് എന്താണ് ബ്രിട്ടീഷ് വിരുദ്ധ വികാരം എന്താണ് ഈ പറയുന്ന ഇന്ത്യയിലെ മുക്കിലും മൂലയിലും എത്തിച്ചു. അപ്പൊ അവിടെ നമുക്ക് പറയാൻ പറ്റും ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തുന്നു. ഹിന്ദു മുസ്ലിം ഐക്യം എന്നാണ് ശക്തിപ്പെടുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് രണ്ട് പേരുകൾ മുഹമ്മദ് അലി, മൗലാന മുഹമ്മദ് അലിയും മറ്റൊന്ന് മൗലാന ഷൗക്കത്ത് അലിയും. അലി സഹോദരന്മാർ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നീ പേരുകളൊന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നതിന്റെ ചെറിയൊരു പാരഗ്രാഫ്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഈ പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ 1922 ഫെബ്രുവരി 5 എന്ന് പറയുന്ന തീയതിയാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത്. ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് തീയിട്ടു. 22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ ഒരു സംഭവമാണ് ചൗരി ചൗര സംഭവം. 1922 ഫെബ്രുവരി 5. ഇത് ഗാന്ധിജിയെ വേദനിപ്പിക്കുന്നു. കാരണം ഗാന്ധിജി ഫോളോ ചെയ്തിരുന്ന അഹിംസയായിരുന്നു, ഹിംസയല്ലായിരുന്നു. അപ്പൊ ഇത് ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്താൻ എന്താണ് ഗാന്ധിജി ആഹ്വാനം ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇതിനെതിരായിട്ടാണ് ഇങ്ങനെ നിർത്താൻ തീരുമാനിച്ചതിനാണ് സുഭാഷ് ചന്ദ്രബോസ് എങ്ങനെ വിളിക്കുന്നത്, ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ ഗാന്ധിജി ഒരു ചെറിയൊരു പ്രദേശത്ത് ഒരു സംഭവം ഉണ്ടായതിന്റെ പേര് രാജ്യം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന എല്ലാവരും ഒരു പ്രതീക്ഷയാണല്ലോ ഇതിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന്. ആ ഒരു പ്രതീക്ഷ അവിടെ എന്താണ് അസ്തമിക്കുകയാണ്. അതിനെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ച എങ്ങനെയാണ് ഒരു ദേശീയ ദുരന്തം. ഇങ്ങനെ ഒരു പിൻവലിക്കലിനെ, ഈ ഒരു പിൻവലിച്ച ആ ഒരു തീരുമാനത്തെ സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ഒരു ദേശീയ ദുരന്തം എന്നാണ്. അത് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. അപ്പോൾ അവിടെ ഒന്നും കൂടെ എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത് പൂർണ്ണ സ്വരാജും സിവിൽ നിയമലംഘനവും എന്ന് പറയുന്നതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ലാഹോർ INC 1929 അത് എന്താണ് ലാഹോറിൽ വെച്ച് നടന്ന 1929 INC സമ്മേളനത്തിന് അധ്യക്ഷത ആരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവാണ്. പ്രസ്തുത സമ്മേളനത്തിൽ താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. ഇതൊക്കെ PSC റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ എടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഒന്നാമത് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സമരത്തിന്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗാന്ധിജി, അതായത് നിസ്സഹകരണ സമരമൊക്കെ കഴിഞ്ഞു 1920 ആ ഒരു കാലഘട്ടത്തിൽ. 1922 ഫെബ്രുവരി 5 ഈ പറയുന്ന ചൗരി ചൗര സംഭവത്തെ തുടർന്ന് അത് പിൻവലിക്കുന്നു. അതിനുശേഷം പിന്നെ കടന്നു വരുന്നതാണ് ഈ പറയുന്ന സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അതായത് നമ്മുടെ ദണ്ഡി യാത്ര, ഉപ്പ് സത്യാഗ്രഹം, അതൊക്കെയാണ് ഇവിടെ കടന്നു വരുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുന്നത് പാസ്സാക്കുന്നത് ഏതാ സമ്മേളനത്തിലാണെന്ന് ചോദിച്ചാൽ 1929 ലാഹോർ INC സമ്മേളനത്തിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിക്കുന്നത് ഏത് INC സമ്മേളനത്തിലാണ്? ലാഹോർ INCയിലാണ്.
അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം വരുന്ന INC സമ്മേളനം 1929 ലാഹോർ INC ആണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഇവിടെ പറയുന്ന ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ നമ്മുടെ രവി നദിക്കരയിലെ ഒരു പതാക ഉയർത്തുന്നു എന്ന് നമ്മൾ പറയുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ 1929 ഡിസംബർ 3 എന്നാണ് പറഞ്ഞത്. അത് ശരിക്കും 1929 ഡിസംബർ 31 എന്നാണ് വരേണ്ടത്. 1929 ഡിസംബർ 31 രവി നദിക്കരയിൽ എന്താണ് ഈ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഒരു പതാക ഉയർത്തുന്നുണ്ട്. നെഹ്റു ആ ഒരു പതാക ഉയർത്തുന്നത് 1929 ഡിസംബർ 31 കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇന്നലെ അവിടെ ഡിസംബർ 3 പറഞ്ഞു പോയത്. ഇനി അടുത്ത് ഇവിടെ പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. അപ്പൊ നമ്മൾ തൊട്ടു മുമ്പ് നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ആശയങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. ഇവിടെ സിവിൽ നിയമലംഘന സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. അപ്പൊ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഒന്ന് ഉപ്പ് നികുതി എടുത്തുകളെ. അപ്പൊ അവിടെ ആയുധമായിട്ട് മഹാത്മാഗാന്ധി ഉപയോഗിക്കുന്നത് എന്താണ്? ഉപ്പാണ് ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. കാരണം എല്ലാവരിലേക്കും പെട്ടെന്ന് എത്താൻ പറ്റിയ ഒന്നാണ് ഉപ്പ് എന്ന് പറയുന്നത്, അല്ലെ? എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഉപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെയൊക്കെ ബ്രിട്ടീഷുകാർ എന്താണ് നികുതി ഏർപ്പെടുത്തുന്നു. അപ്പൊ ആ സാധാരണക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു വിഭാഗത്തിന് എന്താണ് കൂടുതൽ വില കൊടുത്ത് അത് മേടിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് ഗാന്ധിജി എന്ത് ചെയ്യാണ്? കടന്നു ചെല്ലുകയാണ്. അത് എന്തുകൊണ്ടാണ്? എല്ലാവരിലേക്കും എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഇത് എത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പറയാണ് ഉപ്പ് നികുതി എടുത്തു കളയുക എന്ന് ആര് പറഞ്ഞു? ഗാന്ധിജി പറഞ്ഞു. കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. എത്ര ശതമാനം? 50%. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതിയൊക്കെ കൊണ്ട് കൂട്ടാൻ പറഞ്ഞു. രാഷ്ട്രീയ തടവുകാരെയൊക്കെ കൊണ്ട് വിട്ടയക്കുക എന്ന് പറഞ്ഞു. സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളമൊക്കെ എന്ത് ചെയ്യുക? വെട്ടിക്കുറയ്ക്കുക എന്ന് പറഞ്ഞു. സൈനിക ചെലവ്, ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ പറഞ്ഞു. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞു. തീരദേശ കപ്പൽ ഗതാഗതം എന്ത് ചെയ്യുക? ആരംഭിക്കുക എന്ന് പറഞ്ഞു. സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കുക. ഇതൊക്കെ ഗാന്ധിജി ഈ പറയുന്ന എന്താണ് നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ഗാന്ധിജിയുടെ ആശയങ്ങളാണ്. ഇപ്പൊ എന്താണ് നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് ഉപ്പ് നികുതി എടുത്തുകളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥ ശമ്പളമൊക്കെ വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരോധിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, അതേപോലെ തന്നെ സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പാക്കുക. ഇത്രയും പോയിന്റുകൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ഇവിടെ പറയുന്നത്. ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ 1/5 ഭാഗവും എന്താണ്? ഉപ്പിന്മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉപ്പുൽപാദകർക്കുമേൽ ഉപ്പ് ഉണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിന്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത്. അപ്പൊ ഇതാണ് മഹാത്മാഗാന്ധി ഈ പറയുന്ന നിയമലംഘന പ്രസ്ഥാനത്തിൽ ആയുധമായിട്ട് ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ചാൽ ഉപ്പാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്. ബ്രിട്ടീഷ് സർക്കാരിന്റെ നികുതി വരുമാനത്തിന്റെ 2/5 ഭാഗം ഉപ്പിന്മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉപ്പുൽപാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിന്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത്. ഇനി അദ്ദേഹം ഈ പറയുന്ന നിയമലംഘന സമരത്തിന്റെ ശക്തി വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന വാക്കുകളാണ്: 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കൊടുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നത് ഏറ്റവും നീചനായ ശേഷാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കുകയില്ല. നിങ്ങൾ ഒരല്പം സ്വയം മാറാൻ തയ്യാറായ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന് പറയുന്ന ആരാണ്? മഹാത്മാ ഗാന്ധിയാണ്. അപ്പൊ ഇത് ആരുടെ വാക്കുകളാണെന്ന് ചിലപ്പോൾ ചോദിക്കാം. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങിയാണെങ്കിൽ ഈ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായ ശേഷാധിപതി പോലും സമാധാനപരമായ നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കുകയില്ല. നിങ്ങൾ ഒരല്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇതാര് പറയുന്ന വാക്കാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്.
ഇനി വട്ടമേശ സമ്മേളനങ്ങൾ വരികയാണ്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ലണ്ടനിലെ ജെയിംസ് പാലസിൽ എന്താണ് വട്ടമേശ സമ്മേളനങ്ങൾ 1930, 31, 32. നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓപ്ഷനിൽ 31, 32, 33 കണ്ടാൽ പോയി കർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. വട്ട മേശ, വട്ട 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 എന്ന് പറഞ്ഞാൽ 0 അല്ലെ, അതിൽ നിന്നാണ് തുടങ്ങേണ്ടത് കേട്ടോ. അപ്പൊ എന്താണ് 30, 31, 32, 30, 31, 32. അപ്പോഴാണ് വട്ടമേശ സമ്മേളനം നടക്കുന്നത് ലണ്ടനിലെ ജെയിംസ് പാലസിലാണ്. എവിടെയാണ്? ജെയിംസ് പാലസിലാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ആര് പങ്കെടുക്കുന്നത്? ഗാന്ധി പങ്കെടുക്കുന്നത്. അതായത് ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 മാർച്ച് 5. അതിന് ശേഷമാണ് ഈ പറയുന്ന മഹാത്മാഗാന്ധി എന്തിൽ പങ്കെടുക്കുന്നത്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. 1931 മാർച്ച് 5. ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പുകുറുക്കി നിയമലംഘനത്തിൽ പങ്കാളികളായി. കേരളത്തിൽ പയ്യന്നൂര് നമുക്കറിയാം കെ കേളപ്പന്റെ നേതൃത്വത്തിൽ. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ വേദാരണ്യം, രാജഗോപാലാചാരി നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാളിലെ നവഗാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയ നിയമലംഘനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായി. അപ്പൊ നിയമലംഘനത്തിന്റെ പ്രധാന കേന്ദ്രമായി അല്ലെങ്കിൽ ഈ പറയുന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? ഒന്ന് നമ്മുടെ കേരളത്തിൽ ഏതാണ്? പയ്യന്നൂർ. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഏതാണ്? വേദാരണ്യം, ഗാന്ധി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വേദാരണ്യം. പിന്നെ മഹാരാഷ്ട്രയിലെ ബോംബെ. അതുപോലെ തന്നെ ബംഗാളിൽ ഏതാണ്? നവഗാലി. അതുപോലെ തന്നെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പ്രദേശം തുടങ്ങിയ നിയമലംഘനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായി. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധരാസന ഓർത്തിരിക്കണം. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിന്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിലാണ് ബ്രിട്ടീഷ് പോലീസ് നേരിട്ടത്. അപ്പൊ ഗുജറാത്തിലെ ധരാസനയിൽ നേതൃത്വം കൊടുക്കുന്ന ആരാണ്? സരോജിനി നായിഡു എന്ന കാര്യം ഓർത്തിരിക്കുക. ഉപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായിട്ട് അടിച്ചമർത്തുകയും ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസം അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നെങ്കിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുകയോ കാണാൻ ജീവിക്കുകയോ ഇല്ല എന്ന് പറഞ്ഞ ആരാണെന്ന് വെച്ചാൽ ഗാന്ധിജിയാണ്. ഇവിടെ നമ്മൾ കേട്ടത് ഇതായിരിക്കും, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. ആരുടെ വാക്കാണ്? മഹാത്മാഗാന്ധിയുടെ വാക്കാണ്. അത് ഇങ്ങനെയാണ് നമ്മുടെ SCRT കൊടുത്തിരിക്കുന്നത്. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. നാം ഒന്നെങ്കിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല എന്ന് പറഞ്ഞ ആരാന്ന് വെച്ചാൽ ഗാന്ധിജിയാണ്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന INC സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ ആദ്യത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നിസ്സഹകരണ സമരമാണ്. അതിനുശേഷം നിയമലംഘന പ്രസ്ഥാനം വരുന്നു. അതിനുശേഷം ഇതാ വരുന്നു ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരമാണ് INC എന്താണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം. ഇതൊക്കെ PSC മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചതാണ്. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് 8 ഇത് INC സമ്മേളനത്തിലൊക്കെ ഇത് പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം 1942 ഓഗസ്റ്റ് 9 ഇത് തുടക്കം കുറിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് 1942 ഓഗസ്റ്റ് 9 തുടക്കം കുറിച്ച്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം. സിവിൽ നിയമലംഘന സമരം പോലെ തന്നെ ജനകീയമായ മറ്റൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയുള്ള ഒരു സമരമാണ്. എന്താണ്? അഹിംസയിലൂന്നിയുള്ള ഒരു സമരമാണ്. ഇന്ത്യയിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തത് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ ഇവിടെ നമ്മൾ പറയുകയാണ്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമാനസ്യം, അത് എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിച്ചു. വിലകയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതിർത്തി ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നലും എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിച്ചു. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമാനസ്യം ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിച്ചു. വിലകയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതിർത്തി ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നലൊക്കെ എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് നയിക്കുകയുണ്ടായി. ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് ഇവിടെ കൊടുക്കുന്നത്. ഒന്ന്, നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. അതേപോലെ തന്നെ സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. രാജിവെക്കാതെ എന്നാണ് പറയുന്നത്, രാജിവെച്ചിട്ടല്ല കേട്ടോ, രാജിവെക്കാതെ. സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. സ്ഥാനങ്ങൾ വെടിയാതെ എന്നാണ് പറയുന്നത്. പിന്നെ സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം? പഠനം ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക.
അപ്പൊ ഇതെന്താണ്, ഈ സമരത്തിന്റെ ഭാഗമായിട്ട് 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ ഓരോ ഘട്ടങ്ങളിലും ഗാന്ധിജി ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ഈ പറയുന്ന നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ട ഇക്കാര്യങ്ങൾ, വക്കീലന്മാര് കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങളൊക്കെ തിരികെ നൽകുക, അതേപോലെ തന്നെ നികുതികൾ നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. അപ്പൊ എവിടെ ബഹിഷ്കരണമാണ് പൂർണ്ണമായിട്ടും എന്താണ്, ബഹിഷ്കരണമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ 1930 കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ നിയമലംഘന പ്രസ്ഥാനത്തിൽ പറഞ്ഞത് ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവ് ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക. ഇതാണ് എവിടെ വരുന്നത്, നമ്മുടെ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നത്. അതിനുശേഷം പിന്നീട് നമ്മൾ പരിചയപ്പെട്ടത് ഇപ്പോൾ ഇവിടെ ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാണ്, നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം, കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്, സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെയാണ് ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം, അതേപോലെ തന്നെ പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം, സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. അപ്പൊ നമുക്ക് കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കുക, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ കിട്ടും. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടും. അതേസമയത്ത് ഈ 2 പോയിന്റ് തെറ്റിക്കാം. സർക്കാർ ജീവനക്കാർ രാജിവെച്ചുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തോട് കൂറ് പരസ്യമാക്കണം എന്ന് പറഞ്ഞാൽ തെറ്റും. നമ്മൾ വായിക്കുമ്പോൾ വിചാരിക്കും ശരിയാണല്ലോ. അതേസമയത്ത് പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ എന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, വെടിയാതെ എന്നല്ല പറഞ്ഞത്, വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താണ്, പട്ടാളക്കാർ സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം എന്നാണ് അവിടെ പറഞ്ഞതെങ്കിൽ അത് തെറ്റി. എന്താണ്, സ്ഥാനങ്ങൾ വെടിയാതെ. അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ബ്രിട്ടീഷ് സർക്കാർ പ്രക്ഷോഭത്തെ അതിക്രൂരമായി നേരിട്ടു. ആക്രമണശക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെന്റ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ തുടങ്ങിയവ തകർത്തു. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യ ആകെ സമരത്തിന്റെ തീച്ചുളിയായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിനുള്ള തെളിവായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി വേറിട്ട വഴികളാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഒരു വാക്കുണ്ട്, അതാണ് പൊതു ജനവിഭാഗം അതിന്റെ പരിമിതിയിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്ന ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ് മറ്റൊന്നുമല്ല. അത് നമ്മുടെ ചൗരി ചൗര സംഭവത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ദേശീയ ദുരന്തം എന്ന് ഗാന്ധിജി അതിനെ പിൻവലിച്ചത് വിശേഷിപ്പിച്ച സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് 1922 ഫെബ്രുവരി 5 ഇനി എന്താണ്, മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു സി ആർ ദാസ്, അദ്ദേഹത്തെയാണ് ഇത് വിളിക്കുന്നത്. അതേപോലെ തന്നെ മോത്തിലാൽ നെഹ്റു, ദേശബന്ധു സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു 2 പേരാണ്. ദേശബന്ധു സി ആർ ദാസ് 1, പിന്നെ മോത്തിലാൽ നെഹ്റു. ലാലാ ലജ്പത് റായി പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതരും രോഷാകുലരുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത് എന്ന് പറഞ്ഞാലാണ് സുഭാഷ് ചന്ദ്രബോസ്. അതായത് മഹാത്മാഗാന്ധിയുടെ, ഇവിടെ ഈ ഒരു സെന്റൻസിൽ നിന്നും മനസ്സിലാക്കേണ്ട എന്താണ്, മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾക്ക് ഒപ്പം നിന്നിരുന്നവരുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങളോട് വിയോജിപ്പുള്ളവരും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് ഈ ഒരു സെന്റൻസിൽ നിന്ന് ഓർത്തിരിക്കേണ്ടത്. അപ്പൊ അതാണ് ഇനി ഇവിടെ പറയുന്നത്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെതിരായ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളാണിവ. ഇത്തരത്തിൽ ഗാന്ധിയ സമര രീതികളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഇന്ത്യയിൽ ദേശീയ സമരത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു ആരുടെയും ലക്ഷ്യം, അവരുടെയും ലക്ഷ്യം. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമരത്തെ എതിർത്ത സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 എന്ത് രൂപീകരിക്കുകയാണ്, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു എന്താണ് രൂപം നൽകുന്നത്, സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി എന്ന കാര്യം ഓർത്തിരിക്കുക. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. ക്രമേണ ഗാന്ധിയൻ സമര രീതികളോടുള്ള വിയോജിപ്പ് കൂടുതൽ ശക്തമായ രീതിയിൽ പ്രകടമാക്കാൻ തുടങ്ങി. അപ്പൊ ഇവരുടെ അഭിപ്രായത്തിൽ എന്താണ്, നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കില്ല, ഗാന്ധിജി പറഞ്ഞ എല്ലാം ബഹിഷ്കരിക്കുക. ഇവിടെ പറഞ്ഞു ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് എന്താണ്, പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണം എന്ന് അവർ ആവശ്യപ്പെടുക. എന്നിട്ട് എന്ത് ചെയ്തു, നിയമനിർമ്മാണ സഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കുക. ക്രമേണ എന്താണ്, ഗാന്ധിയ സമര രീതികളുടെ വിയോജിപ്പ് കൂടുതൽ ശക്തമായ രീതിയിൽ പ്രകടമാകാൻ തുടങ്ങി. ഇത് 1923 കാര്യമാണ്. അതായത് നിസ്സഹകരണ സമരം പിൻവലിക്കുന്നു, അതിന് എതിരായിട്ട് നമ്മുടെ വിവിധ കോണുകളിൽ നിന്നും അതിനെതിരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വാക്കുകൾ ഉയരുന്നുണ്ട്. അതാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്ക് പറഞ്ഞു. അതേപോലെ തന്നെ ഗാന്ധിയൻ ആശയങ്ങളെ എതിർക്കുന്ന ചില നേതാക്കന്മാർ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ലക്ഷ്യം എന്തായിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നതാണ്. സി ആർ ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 അങ്ങനെയാണ് എന്ത് രൂപീകരിക്കുന്നത്, സ്വരാജ് പാർട്ടി രൂപം നൽകുന്നത്. നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണമെന്ന്
ഇവർ അഭിപ്രായപ്പെട്ടു എന്ന കാര്യം ഓർക്കുക. അങ്ങനെ നിയമനിർമ്മാണ സഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി പറയുന്ന പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിലെ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 എന്ത് രൂപീകരിച്ചു? ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിക്കുന്നു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകരിച്ചു 1928. ആ ഒരു സംഘടനയിൽ ഭഗത് സിംഗ് ഉണ്ടായിരുന്നു, രാജ്ഗുരു ഉണ്ടായിരുന്നു, സുഖദേവ് ഉണ്ടായിരുന്നു, ഒപ്പം ആരും കൂടെ ഉണ്ട്, ചന്ദ്രശേഖർ ആസാദ് ഉണ്ട്. അപ്പം 3 പേരുകൾ: ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്, അതേപോലെ തന്നെ ചന്ദ്രശേഖർ ആസാദ്. ഈ പേരുകൾ ഓർത്തിരിക്കുക. നേതൃത്വം നൽകി ഇനി സായുധ വിപ്ലവത്തിനായിട്ട് ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. ഇത് റിപ്പബ്ലിക്കൻ ആർമിയാണ്, നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് ഓർത്തിരിക്കുന്നത്. ഇത് വേറെയാണ്. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണ് റിപ്പബ്ലിക്കൻ ആർമി എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന കാര്യം ഓർക്കുക. അപ്പൊ കോളനി ഭരണം എന്ത് ചെയ്യുക? അട്ടിമറിക്കുക. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സ്ഥാപിക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്ന ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിച്ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ്? ഭഗത് സിംഗ്, അതുപോലെ തന്നെ രാജ്ഗുരു, സുഖദേവ് എന്നിവരെന്താണ് ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്നു. അപ്പൊ സാൻഡേഴ്സിന്റെ കൊലപാതകത്തിന് കാരണമായ 3 പേരുകൾ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ചിട്ട് വെടിവെച്ച് കൊന്നു. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസ്സാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും, ഈ പേരോർക്കുക, ബതുകേശ്വർ ദത്തും 1929 ആ കാലഘട്ടത്തിൽ തന്നെയാണ് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്നിട്ട് എന്താണ്? സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിയുന്നു. ആരൊക്കെ ചേർന്നു? അതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. ഭഗത് സിംഗ് ബന്ധുവിനെയും കൂട്ടി പോയി നോർത്ത് വെച്ചാൽ മതി. ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്നിട്ടാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിയുന്നത്. തുടർന്ന് അറസ്റ്റ് വരിച്ചു. 1931 മാർച്ച് 23, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖദേവിനെയും എന്താണ് ഈ പറയുന്ന രാജ്ഗുരുവിനൊക്കെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി ആ ഒരു തീയതിയും കൂടി ഓർക്കുക. ഭഗത് സിംഗ്, സുഖദേവ്, രാജ്ഗുരു 1931 മാർച്ച് 23. അതുപോലെ തന്നെ ഈ പറയുന്ന ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്നിട്ടാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിയുന്നത്. പിന്നെ അടുത്തിവിടെ നമ്മൾ പറഞ്ഞത് സാൻഡേഴ്സിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഭഗത് സിംഗും അതുപോലെ തന്നെ രാജ്ഗുരുവും സുഖദേവുമാണ്. പിന്നെ റിപ്പബ്ലിക്കൻ ആർമി ഓർത്തിരിക്കണം. അതേപോലെ തന്നെ നമ്മളിവിടെ പറഞ്ഞു 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അത് ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ് അവരാണ് അതിലെ പ്രധാനപ്പെട്ട ആൾക്കാർ. അവരുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന് നേതൃത്വം നൽകിയത് സായുധ വിപ്ലവത്തിനായിട്ട് ഇവരെന്ത് സ്ഥാപിച്ചു? ഒരു സേനാ വിഭാഗം സ്ഥാപിച്ചു. അതാണ് റിപ്പബ്ലിക്കൻ ആർമി. ഇന്ത്യൻ ആർമി അല്ല, ഇത് ഏതാണ്? റിപ്പബ്ലിക്കൻ ആർമിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ ഭഗത് സിംഗ് അദ്ദേഹത്തെ ഈ പറയുന്ന ജയില് ഏതാണ്? സെൻട്രൽ ജയില് ലാഹോർ. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത്. അപ്പോൾ അവിടുന്ന് അദ്ദേഹം അയച്ച ഒരു കത്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്: പ്രിയ ആത്മമിത്രമേ, കേസിന്റെ വിധി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സാമ്രാജ്യത്വം എനിക്ക് തൂക്കുകയറാണ് വിധിച്ചിരിക്കുന്നത്. ഈ ഇരുണ്ട ജയിലറയിൽ മറ്റു തടവുകാരോടൊപ്പം ഞാനും തൂക്കിക്കൊല കാത്തിരിക്കുന്നു. ഒരുപക്ഷെ സഖാക്കളുടെ എല്ലാം പ്രാർത്ഥന ഏതുവിധേനയും ഈ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. എന്നാൽ എൻ്റെ കാര്യമാകട്ടെ ഇവരിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ ദേശത്തിനും ഞാൻ ജീവനോട് ചേർത്ത ആദർശത്തിനു വേണ്ടി തൂക്കുമരത്തെ ആശ്ലേഷിക്കാനുള്ള ഈ സുദിനവും കാത്തിരിക്കുകയാണ് ഞാൻ. അത്യാഹ്ലാദത്തോടുകൂടി ഈ കൊലക്കുരുക്കിൽ കയറും ധീര ദേശാഭിമാനികൾ ഒരു ദേശത്തിനു വേണ്ടി എങ്ങനെയാണ് താങ്കളുടെ പ്രാണൻ വെടിയുന്നത് എന്നത് ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കും. വധശിക്ഷയാണല്ലോ എനിക്ക് വിധിച്ചിരിക്കുന്നത്. എന്നാൽ എന്നിൽ നിന്നും തികച്ചും വിഭിന്നമായി നിങ്ങൾക്ക് ജീവപര്യന്തം നാടുകടത്തലിനുള്ള ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോഴും നിങ്ങൾ ജീവിക്കും. ജീവിതം അപ്രകാരം തുടരുമ്പോൾ നിങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത് സമരവിപ്ലവകാരികൾ താങ്കളുടെ ആദർശങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുക മാത്രമല്ല ചെയ്യുന്നത്, ഏത് ആപത്ഘട്ടത്തെയും തല ഉയർത്തി പിടിച്ച് നേരിടാൻ തയ്യാറാണ് എന്നതാണ്. മൃദു ലൗകിക പ്രയാസങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു വഴിയാകരുത്. കൊലക്കയറിൽ നിന്ന് ഇറങ്ങി നടക്കാൻ കഴിഞ്ഞ വിപ്ലവ സഖാക്കൾ ജീവിക്കുകയും താങ്കൾ കൊലത്തിലേറാൻ ഉത്സുകരാണെന്ന് മാത്രമല്ല, കൊഴിഞ്ഞ ഇരുട്ടിന്റെ ജയിൽ ഭിത്തികൾക്കുള്ളിൽ കിടന്ന് അതിക്രൂരമായ പീഡനങ്ങൾ പോലും സഹിക്കുകയും ചെയ്യുമെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുക്കണം എന്ന് താങ്കളുടെ ഭഗത് സിംഗ്. സെൻട്രൽ ജയിൽ ലാഹോർ 1930 നവംബർ. അപ്പോൾ ആ ഒരു സ്ഥലം ഓർത്തിരിക്കുക, ലാഹോർ. ഇനി അടുത്തായിട്ട് പറയുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിനായി രൂപീകരിക്കപ്പെട്ട ചില വിപ്ലവ പ്രസ്ഥാനങ്ങളെയും അവയുടെ നേതാക്കളെയുമാണ് ചുവടെ തന്നിട്ടുള്ളത്. ഇത് ഇതേപോലെ എടുത്ത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അഭിനവ് ഭാരത് സൊസൈറ്റി, വി.ഡി. സവർക്കറാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി ആരാണ്? വി.ഡി. സവർക്കറാണെന്ന് അറിയാം. നമ്മൾ ഈ ഓസ്കാർ എന്നൊക്കെ കേട്ടിട്ടില്ല, അഭിനയത്തിനെ കൊടുക്കുക. അപ്പോൾ സവർക്കർ, ഓസ്കർ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് അഭിനവ് ഭാരത് സൊസൈറ്റി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഭിനവ്, അഭിനയം, സവർക്കർ അതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം.
പിന്നെ അനുശീലന സമിതി ബരീന്ദ്രകുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസുമാണ്. ബരീന്ദ്രകുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസുമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പുലീനൊക്കെ പിടിച്ചു പോകാറുണ്ട്. അപ്പൊ ഈ പുലീനൊക്കെ കൊണ്ടുപോയിട്ട് ഇവരെ ചിലപ്പം ഇവരുടേതായിട്ടുള്ള ഒരു സ്ഥലത്ത് സംരക്ഷിക്കും. എന്നിട്ട് അതിന് പുതിയ പുതിയ ശീലങ്ങളൊക്കെ പഠിപ്പിക്കും. അല്ല, ചിലപ്പോൾ ഇണക്കി വളർത്തും, അങ്ങനെ കേട്ടിട്ടില്ലേ? അപ്പൊ അതാണ് ഇവിടെ നോക്ക്, ശീലൻ എന്ന് ഓർത്തിരിക്കുക. പുലീനയും പിടിച്ച്. അപ്പൊ നമ്മള് ഇപ്പൊ ബരി എന്ന് കേട്ടില്ല, ഇങ്ങോട്ട് ബരി എന്ന് പറയും. നമ്മുടെ മലബാർ ഭാഗത്തൊക്കെ ഇങ്ങനെ പറയും, ഇങ്ങോട്ട് ബരി എന്ന്. നിങ്ങൾ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ പുലി വരികയാണ്, പുലിനെ ഇങ്ങനെ വിളിക്കുക, ബരി ബരി, പുതിയ ശീലം പഠിപ്പിക്കാൻ പോവാണ്. ബരി ബരി പുലി. ആരെ വിളിക്കണ? പുലി ബരി, പുതിയ ശീലം പഠിപ്പിക്കാൻ പോവാ. അപ്പൊ അത് വെച്ചിട്ട് അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷും മറ്റൊന്ന് പുലി, അതാണ് പുലിൻ ബിഹാരി ദാസ്. ആ പേര് അങ്ങനെ വേണമെങ്കിൽ ഓർത്തിരിക്കാം. പിന്നെ ഗദാർ പാർട്ടി പിന്നെ കിട്ടും, ലാല ഹർദ ഗർദ. ആ ഒരു ഇതില് ആ ദാ വെച്ചിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഗദാർ പാർട്ടി, ലാല ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, ഈ അടുത്തുള്ള പരീക്ഷ ചോദിച്ചു, സൂര്യ സെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയാണ് ഇത്. നമ്മുടെ എന്താണ്, ഇന്ത്യൻ ആർമി അല്ല, ഇത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയാണ്. അത് രൂപീകരിച്ച ആരാണ്? സൂര്യ സെൻ ആണ്. അപ്പൊ ഇവിടെ അഭിനവ് ഭാരത് സൊസൈറ്റി, ഓസ്കാർ ഓർക്ക, VD സവർക്കർ കിട്ടും. അനുശീലൻ സമിതി ഒരു പുലിനെ ശീലം പഠിപ്പിക്കാൻ വേണ്ടി ബരി ബരി എന്ന് വിളിക്കുകയാണ്. അപ്പൊ അത് അനുശീലൻ സമിതി, പുലിൻ ബിഹാരി ദാസ്, ബരീന്ദർ കുമാർ ഘോഷ്. ഇനി അടുത്തത് ഗദാർ പാർട്ടി, ലാല ഹർദയാൽ. പിന്നെ മറ്റത് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി വെച്ചാൽ അത് നമ്മുടെ സൂര്യ സെൻ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അതുകൊണ്ട് വരുന്ന ആരാണ്? സൂര്യ സെൻ ആണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഇനി അടുത്ത റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1930കളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഈ ആശയങ്ങൾ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തെയും സ്വാധീനിച്ചു. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ അഷ്റഫ് അലി എന്നിവർ ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺഗ്രസിനുള്ളിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയവരാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ ആസഫ് അലി. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ ആസഫ് അലി എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ളത് എന്താണ്? റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1930കളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി. ആ ആശയങ്ങൾ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗവും സ്വാധീനിച്ചു. അവരാണ് ആര്? ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായണൻ, അരുണ ആസഫ് അലി. അപ്പൊ ഇവര് അരുണ ആസഫ് അലി എന്നിവർ ചേർന്നിട്ട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകി. 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ എന്ത് വന്നു? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. അപ്പൊ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്ന ജയപ്രകാശ് നാരായണൻ, വർഷം ചോദിച്ചാൽ 1934. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായിരുന്നു. ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയതാരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായകൻ എന്നറിയപ്പെടുന്ന ജയപ്രകാശ് നാരായണൻ, ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന അരുണ ആസഫ് അലി ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഗാന്ധിയൻ സമരരീതികളോട് പല ഘട്ടത്തിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട് അദ്ദേഹം എന്ത് രൂപീകരിച്ചു? ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചു എന്ന രാഷ്ട്രപാതിക്ക് രൂപം നൽകി. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് രാഷ്ട്രപികാരി ബോസ് രൂപീകരിച്ച, ഇവിടെ ഓർക്കുക, രാഷ്ട്രപികാരി ബോസ് INA. തൊട്ടു മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? തൊട്ടു മുമ്പ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ, INA, ഇന്ത്യൻ നാഷണൽ ആർമി. അത് എന്താണ്? രാഷ്ട്രപികാരി ബോസ് അദ്ദേഹം രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വത്തിലേക്ക് ആര് വരികയാണ്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് വരികയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ഇവിടെ പറയുന്ന അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, സിംഗപ്പൂരിൽ വെച്ചിട്ട് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റ് അദ്ദേഹത്തിന് ആരുടെ നേതൃത്വത്തിൽ? സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുക. അപ്പൊ സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെന്റ് സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന എവിടെയാണ്? സിംഗപ്പൂരിലാണെന്ന കാര്യം ഓർത്തിരിക്കണം. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രധാന ചുമതല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമാണ് ഝാൻസി റാണി റെജിമെന്റ്. അതിന്റെ ചുമതല ആർക്കായിരുന്നു? മലയാളിയായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ഈ അടുത്ത പരീക്ഷയിൽ പോലും ചോദിച്ചു. അതേപോലെ തന്നെ ജപ്പാന്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു എന്ന പോയിന്റും കൂടെ അവിടെ ഓർത്തിരിക്കണം. ഇനി വാഞ്ചി അയ്യറിനെ കുറിച്ച് ചെറിയൊരു പാരഗ്രാഫാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ എന്ന കാര്യം ഓർത്തിരിക്കുക. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോർട്ട് ആഷയെ 1915 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ്. ബ്രിട്ടീഷുകാർ പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ആത്മഹൂതി ചെയ്തു. വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെപ്പറ്റി മാഡം ഗാമ തന്റെ വന്ദേമാതരം പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്ന് ഉയർത്തി. അപ്പോൾ വന്ദേമാതരം എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധീകരണം ആരുമായി ബന്ധപ്പെട്ടിരുന്നു?
നമ്മുടെ മാഡം കാമ, ലാലാ ലജ്പത് റായുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, മാഡം കാമയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് വന്ദേ മാതരം പ്രസിദ്ധീകരണം. മറ്റത് പത്രമാണ്, വന്ദലാല എന്ന് നമ്മൾ പഠിക്കും, ലാലാ ലജ്പത് റായ് വന്ദേ മാതരം. ഇവിടെ എന്താണ് നമ്മുടെ മാഡം കാമയുമായി ബന്ധപ്പെട്ടതാണ് വന്ദേ മാതരം എന്ന ഈ ഒരു പ്രസിദ്ധീകരണം. അതിൽ മാഡം കാമ പറയാണ്, വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്ന് ഉയർത്തി എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ മാഡം കാമയാണ്. അപ്പൊ ഇവിടെ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്താണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി വാഞ്ചി അയ്യരാണ്. അദ്ദേഹം ആരെയാണ് വെടിവെക്കുന്നത്? തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെയാണ് തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിയുതിർത്ത് കൊല്ലുന്നത്. തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളാണ്. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനിടയായി. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകൾ ചുവടെ പറയുന്നതാണ്: അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ എന്നീ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ യൂണിയൻ, അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷനും മദ്രാസ് ലേബർ യൂണിയനും ഓർത്തിരിക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, 1920 NM ജോഷിയും ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് NM ജോഷിയും ലാലാ ലജ്പത് റായുമാണ്. ഈ ഒരു സംഘടനയുടെ ലക്ഷ്യങ്ങൾ ഇവിടെ കൊടുക്കുന്നു: തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, തൊഴിലാളി വർഗം എന്ന നിലയിൽ സംഘടിക്കുക, പ്രവർത്തിക്കുക. ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക, രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എന്താണ് സജീവ പങ്ക് വഹിക്കുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. AITU. ഇനി തുടർന്ന് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത് ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സെമിനാർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി എന്ന കാര്യം ഓർത്തിരിക്കുക. പിൽക്കാലത്ത് ഇത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന് പേര് സ്വീകരിച്ചു. ഇനി ബോംബെയിൽ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകിയെന്ന കാര്യം ഓർക്കാം. അപ്പൊ NG രംഗയുമായി ബന്ധപ്പെട്ടതാണ് ആര്? കർഷക നേതാക്കളുടെ ശ്രമഫലമായിട്ട് ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. അപ്പൊ NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ചിട്ട് എന്താണ് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് NG രംഗ എന്ന പേര് ഓർത്തിരിക്കുക. ലാഹോറിൽ വെച്ചിട്ടാണ്. പിൽക്കാലത്ത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന പേര് സ്വീകരിച്ചു. ബോംബെയിൽ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകി. ഇതിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ചില ആവശ്യങ്ങളാണ്: ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക. വേണമെങ്കിൽ അതൊക്കെ എടുത്തു വയ്ക്കാം. 50% കുറയ്ക്കുക. ഇനി കടങ്ങൾ മരവിപ്പിക്കുക. ഫ്യൂഡൽ നികുതികൾ എന്താണ് റദ്ദാക്കുക. കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക. കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. ഇവിടെ എന്തെല്ലാമാണ് പറഞ്ഞത്? ഈ പറയുന്ന കിസാൻ മാനിഫെസ്റ്റോയ്ക്ക് രൂപം നൽകി. അതിൽ അവർ മുന്നോട്ട് വെച്ച എന്തൊക്കെയാണ്? ഭൂനികുതിയും പാട്ടവും എന്താക്കണം? പകുതിയാക്കണം. 50% കുറയ്ക്കുക. ഇനി കടങ്ങൾ മരവിപ്പിക്കുക. കടങ്ങൾ എന്ത് ചെയ്യണം? മരവിപ്പിക്കണം. ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക. അതുപോലെ തന്നെ കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക. കാർഷിക യൂണിറ്റുകളെ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. കർഷക യൂണിയനുകൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. കർഷക യൂണിയനുകളെ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക. കടങ്ങൾ മരവിപ്പിക്കുക. ഫ്യൂഡൽ നികുതികൾ റദ്ദാക്കുക. കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക. കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. ഇനി കർഷകരുടെ തൊഴിലാളികളുടെയും ഒത്തുചേരലും പ്രതിഷേധവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങളെയും ഇന്ത്യയിൽ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയെ ഒരുപോലെ എതിർത്ത തൊഴിലാളികളുടെയും കർഷകരുടെയും നിലപാടുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കലാപങ്ങൾക്കും സമരങ്ങൾക്കും വഴിതെളിച്ചു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. തേബാഗ സമരം നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് ബംഗാളിലാണ്. ബാഗ ബംഗാൾ, അങ്ങനെ ഓർത്തിരിക്കും. തെലങ്കാന പിന്നെ കിട്ടും, ആന്ധ്രാപ്രദേശിലാണ്. പക്ഷെ തെലങ്കാന സമരം SCRT ആന്ധ്രാപ്രദേശ് ഓർത്തിരിക്കണം. നാവിക കലാപം ബോംബെ, 1946 നമ്മൾ പഠിക്കാറുള്ളതാണ്. നാവിക കലാപം ബോംബെയിലാണ്. നാവിക കലാപം എവിടെയാണ്? ബോംബെയിലാണ്. നേരെ ഓർത്തിരിക്കാം. രണ്ടാം ലോക യുദ്ധം ലോകത്താകമാനം സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. ബ്രിട്ടൻ സാമ്പത്തികമായി ദുർബലമാവുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടതും ലോകത്തെ വൻശക്തികളായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനി വാഴ്ചയ്ക്കെതിരായി നിലപാടെടുത്തതും ഇന്ത്യക്കും സ്വാതന്ത്ര്യം നൽകാൻ എന്താണ് ബ്രിട്ടനെ നിർബന്ധമാക്കി. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധമാക്കിയ ഒരു സാഹചര്യമാണ് നമ്മളിവിടെ പറയുന്നത്. വേണമെങ്കിൽ അതൊന്ന് പരീക്ഷയ്ക്കൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. രണ്ടാം ലോകമഹാനം സാമ്രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി. അപ്പൊ അതൊരു കാരണമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള ഒരു കാരണമാണ്. ബ്രിട്ടൻ സാമ്പത്തികമായി ദുർബലമാവുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തതും ഒരു കാരണമാണ്. പിന്നെ എന്താ പറയുക? ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടതും ലോകത്തെ വൻശക്തികളായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനുകളും
കോളനി വാഴ്ചയ്ക്കെതിരായി നിലപാടെടുത്തതും എന്താണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാനുണ്ടായ ഒരു കാരണമായിട്ട് പറയാൻ പറ്റും. ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ക്ലെമന്റ് ആറ്റ്ലിയുടെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ അവിടെ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലിയാണ്. എപ്പോഴും PSC ചോദിക്കുന്നതാണ്. അദ്ദേഹം ഉൾപ്പെട്ട പാർട്ടി അതാണ് ലേബർ പാർട്ടിയാണ്. ഇനി എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവ്വേത്യ ലീഗ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. ആരാണ് ആവശ്യപ്പെട്ടത്? മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിലുള്ള സർവ്വേത്യ ലീഗാണ്. തുടർന്ന് ഈ പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ വൈസ്രോയി ആയിട്ട് നിയമിച്ചു. നമുക്കറിയാം ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അങ്ങനെ ഇന്ത്യയുടെ വൈസ്രോയി ആയിട്ട് അദ്ദേഹം വരുന്നു. ഇന്ത്യയെ വിഭജിക്കാൻ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ എന്ത് ചെയ്യുന്നു? മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കുന്നു. ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ വിഭജിക്കാനായിട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കുന്നു. അങ്ങനെ അദ്ദേഹം പറയാണ്, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ് എന്ന് അദ്ദേഹം ഇതിൽ പറയുകയാണ്. അതേപോലെ തന്നെ പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണെന്ന് പറയുന്നു. വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ് എന്നും കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ് എന്നും കൂടെ അദ്ദേഹം ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ അദ്ദേഹം എന്തെല്ലാമാണ് മുന്നോട്ട് വെക്കുന്നത്? മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. വടക്കു പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ് എന്നും കൂടെ അദ്ദേഹം ഇതിലൂടെ മുന്നോട്ട് വെക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ചിലപ്പോൾ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. കോൺഗ്രസും സർവ്വേത്യ ലീഗും ഈ പദ്ധതി അംഗീകരിക്കുന്നു. എന്നാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലുള്ള ദേശീയവാദികൾ ഇതിനെ എതിർത്തു എന്ന കാര്യം ഓർത്തിരിക്കുക. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലുള്ള ദേശീയവാദികൾ ഇതിനെ എതിർത്തു. 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി. 1947 ജൂലൈ മാസം, ഓഗസ്റ്റിലെ സ്വാതന്ത്ര്യം കിട്ടി. അതിന് തൊട്ടു മുമ്പ് ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വാതന്ത്ര്യ രാജ്യങ്ങൾ നിലവിൽ വരുന്നു. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന ദേശീയ സമരമായിട്ട് മാറിയത് ഇങ്ങനെയെന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഗാന്ധിജിയുടെ ആശയങ്ങളും സമരരീതികളുമായിരുന്നു ഇതിൽ പ്രധാന പങ്ക് വഹിച്ചത്. ഗാന്ധിയൻ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ പരമ്പരമാർഗങ്ങൾക്കും ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇത്തരത്തിൽ വ്യത്യസ്ത ധാരകളിലൂടെ ശക്തി പ്രാപിച്ച ദേശീയ പ്രസ്ഥാനത്തിന്റെ ഫലമായി അവസാനം 1947 ഓഗസ്റ്റ് 15 നമുക്ക് എന്ത് കിട്ടിയോ? സ്വാതന്ത്ര്യം കിട്ടിയെന്ന കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഈ അതിർത്തി ഗാന്ധി, ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ്. ദുരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടു. ഇന്ത്യൻ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു 1987 കാലഘട്ടത്തിൽ. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വിദേശിക്ക് ഭാരതരത്ന ലഭിക്കുന്നത്. അതാർക്കാന്ന് പട്ടുമുതലേ PSC ചോദിക്കുന്നതാണ്. അതാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്ന പേര് ഓർത്തിരിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, പ്രാദേശിക സമരങ്ങളാണ് ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് തുണിമിൽ സമരം, ഗേഡ സത്യാഗ്രഹം. ദേശീയ സമരങ്ങളിലേക്ക് ഗാന്ധിജി വരുന്നത് നിസ്സഹകരണ സമരത്തിലൂടെയാണ്. പിന്നെ സിവിൽ നിയമലംഘനം, പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം. ഇതിനിടയിലൂടെ സ്വരാജ് പാർട്ടിയുണ്ട്, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനമുണ്ട്, വിപ്ലവ പ്രസ്ഥാനങ്ങളുണ്ട്, തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതെല്ലാമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ഇത്രയും 4 ഓപ്ഷൻ തന്നിട്ട് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട പ്രാദേശിക സമരം ഏത് എന്ന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ദേശീയ സമരം ഏത് എന്ന് ചോദിക്കാം. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ചമ്പാരനിലെ ഇളം കർഷക സമരം, അഹമ്മദാബാദ് തുണിമിൽ സമരം, ഗേഡയൊക്കെ എന്താണ് പ്രാദേശികമാണ്. അതേസമയത്ത് ദേശീയ സമരം എന്ന് പറയുന്നത് നിസ്സഹകരണ സമരം, സിവിൽ നിയമലംഘനം. അതിൽ നിസ്സഹകരണ സമരത്തിലൂടെയാണ് INC കൂടിച്ചേർന്ന് ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ദേശീയ സമരത്തിലേക്ക് ഗാന്ധി വരുന്നത് റൗലറ്റ് നിയമത്തിലൂടെയാണ്. തുടക്കം നമ്മൾ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുക. അതിൽ അവസാനത്തെ ഗാന്ധിജിയും ഒക്കെ ചില ദേശീയ സമരം ചോദിച്ചാൽ അത് ക്വിറ്റ് ഇന്ത്യ സമരമാണെന്നും നമ്മൾ പഠിച്ചു. അതിൽ ഉപ്പ് സത്യാഗ്രഹം, അതുപോലെ തന്നെ ധരാസന സമരം, സരോജിനി നായിഡു, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹം, അതൊക്കെ ഏതുമായി ബന്ധപ്പെട്ടതാണ്? സിവിൽ നിയമലംഘനമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഇങ്ങനെ ഒരു ചാർട്ട് SCERT തന്നിട്ടുണ്ട്. അതിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ അതെല്ലാം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ ഒരു ചാപ്റ്റർ പൂർത്തീകരിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്താണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദ്യങ്ങൾ, ഈ അടുത്ത് തന്നെ വന്ന ചോദ്യങ്ങൾ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയൊക്കെ വന്നു കഴിഞ്ഞു. വരാൻ പോകുന്ന പരീക്ഷയിൽ ധാരാളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു അധ്യായമാണ്. SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് പഠിക്കാം. ഹിസ്റ്ററിയൊക്കെ ആദ്യം പോയിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ എടുത്ത് വായിക്കുക. അതിൽ നിന്നേ ചോദ്യം വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേൾഡ് ഹിസ്റ്ററിയൊക്കെ പൂർണ്ണമായിട്ട് SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തതായിരിക്കും ചോദ്യം വരിക. അതുകൊണ്ട് തന്നെ ആ ചോദ്യം വന്നാൽ അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മാർക്ക് കളയാൻ പാടില്ല. ഹിസ്റ്ററി കുറേ ഉണ്ട് പഠിക്കാൻ എന്ന് നമ്മൾ വിചാരിക്കരുത്. SCERT മാത്രമാണ് നിങ്ങൾ
പഠിക്കാനായിട്ട് തുടക്കം എടുക്കുന്നതെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. അത് വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാൻ പറ്റും. അതിൽ നിന്നേ ചോദ്യം വരത്തുണ്ടാവുള്ളൂ. ആ ചോദ്യം വന്നാൽ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് പൂർണ്ണ മാർക്ക് ലഭിക്കുന്നതായിരിക്കും. ജിയോഗ്രഫി ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഒക്കെ അങ്ങനെയായിരിക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആക്റ്റും അതുപോലുള്ള സംഭവങ്ങളൊക്കെ SCR ടെക്സ്റ്റ് ബുക്കിൽ കുറവാണ്. അത് നമ്മൾ കൃത്യമായിട്ട് ആക്റ്റീവായിട്ട് പഠിക്കണം. അതും വളരെ കുറച്ചേ ഉള്ളൂ. ഒരു LDC പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലെ എല്ലാ ആർട്ടിക്കിളുകളൊക്കെ ഒന്നും പോയി പഠിക്കാൻ നിൽക്കരുത്. അതിൻ്റെ കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് പഠിക്കുക. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത് നടന്ന അസിസ്റ്റന്റ് കമ്പൈലർ പരീക്ഷയിൽ പോക്സ്കോ ആക്റ്റുമായി ബന്ധപ്പെട്ട് എന്താ ചോദിച്ചത്, അതിൽ കുട്ടിയായിട്ട് പരിഗണിക്കുന്നത് ഏത് പ്രായം മുതലുള്ളവരാണ്, അതായത് 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടിയായിട്ട് പരിഗണിക്കുക. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അതായത് ഒരു ആക്ട് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരാൾ, ഇപ്പം ഞാൻ നിങ്ങളോട് വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ഈ ഒരു ആക്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്ന കുറേ പോയിന്റ് ഉണ്ടാവും. അത് തന്നെയാണ് ചോദ്യമായിട്ട് വരിക. അതിനുള്ളിലായിട്ട് കയറി പഠിക്കാൻ നമ്മൾ ഈ LLBയുടെ പരീക്ഷ എഴുതാനൊന്നും അല്ല പോകുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി ലെവലിൻ്റെ പരീക്ഷ എഴുതാനല്ല പോകുന്നത്. അതുകൊണ്ട് 10th ലെവലിൻ്റെ ചോദ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു നോക്കുക. അവിടെ അങ്ങനത്തെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും വരുന്ന LDC നല്ല മാർക്ക് നേടി നല്ലൊരു ജോലി